പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടിനെതിരായിട്ട് മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആരാണ്? ഇവിടുത്തെ CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, ഒരു സമുന്നത നേതാവായ രാജു എബ്രഹാമാണ്. അത് ഏതെങ്കിലും ഒരു വിശ്വാസി അങ്ങനെ പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാം. ഏത് CPM? അഡാർ ലവ് എന്നുള്ള സിനിമയിലെ മാണിക്യമലരായ പൂവി എന്ന് തുടങ്ങുന്ന പാട്ട് സംബന്ധിച്ച് ഇവിടുത്തെ മതമൗലികവാദികൾ ഒരു പ്രതിഷേധം ഉന്നയിച്ചപ്പോൾ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സ്വന്തം പേരിൽ അതിനെതിരായിട്ട് അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് കുറിപ്പിട്ട ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോൾ ഒരാൾ അത് രാജു എബ്രഹാം പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, പിറ്റേന്ന് മനസ്സിലായി അത്. അപ്പോൾ പരിഭ്രാന്തി ഉണ്ടെന്ന് ഉറപ്പ് തന്നെയാണ്. പിന്നെ ഈ ആ കാറിൽ കയറ്റിയതിനെ പറ്റി ഇപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്താ അതിൻ്റെ പ്രശ്നം മനസ്സിലായിട്ടില്ല എന്നാണ് അദ്ദേഹം നടിക്കുന്നത്. ഹിന്ദു പുരാണങ്ങളിൽ ദേവേന്ദ്രൻ അർദ്ധാസനം കൊടുത്ത് ബഹുമാനിക്കാവുന്നൊരു പരിപാടിയുണ്ട്, വീരന്മാരെ. അതേമാതിരി ഈ അർദ്ധാസനം കൊടുത്താൽ ആ കാറ് ശ്രീ പിണറായി വിജയൻ്റെ വ്യക്തിപരമായ കാറല്ല, അത് നമ്പർ 1 ആണത്. കേരളത്തിലെ അത്രയും തന്നെ ഉന്നതമായൊരു വാഹനമാണത്. അത് ഓടുന്നത് എൻ്റെ നിങ്ങളുടെയും നികുതി കൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകമാണ്. അദ്ദേഹം ആ അളവിൽ തൻ്റെ ഒരു മന്ത്രിസഭയിലുള്ള ഒരാളെക്കാൾ അധികം പിണറായി വിജയൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൽ നടന്നുപോയൊരു വൃദ്ധനായതുകൊണ്ട് കയറ്റി എന്നൊക്കെ ഈ എന്താണ് ന്യായീകരണ തൊഴിലാളികൾ പറഞ്ഞു കേട്ടു. വൃദ്ധന്മാരെ കയറ്റാനുള്ളതാണോ മുഖ്യമന്ത്രിയുടെ കാറ്? അതിന് വേറെ സംവിധാനം ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ്റെയും BJP-യുടെയും ഇടയിലുള്ള പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം വെറും ഒരു സാമുദായിക നേതാവല്ല, BDJS എന്ന് പറയുന്ന പാർട്ടിയെ ഉണ്ടാക്കിയതിൻ്റെ സ്ഥാപകനാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തിൻ്റെ പുത്രൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ ചെയർമാൻ. ആ പാർട്ടി BJP മുഖ്യസ്ഥാനത്തുള്ള NDA-യിൽ ഘടകകക്ഷിയാണ്. അപ്പോൾ അദ്ദേഹം ആ ഭാഗത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാല് CPM-ലും ഒരു കാല് BJP-യിലുമാണ്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? മുസ്ലിങ്ങളെ ആക്ഷേപിക്കുക, ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുക, മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കുക. ഇതൊക്കെ BJP-ക്ക് വേണ്ടി എടുക്കുന്ന സേവനമാണ്. BJP-യുടെ പാദസേവ ചെയ്യുന്ന ഒരാളെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാറിൽ കയറ്റി കൊണ്ടുവരുന്നത്.